ടോൾസൺസ് കോക്ക് തലവര. സ്റ്റോറി ഡയറക്ഷൻ അഖിൽ അനിൽകുമാർ. അർച്ചന 31 നോട്ടോട്ടൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് അഖിൽ അനിൽകുമാറും ഒപ്പം അപ്പു അസ്ലമും. പ്രൊഡ്യൂസേഴ്സ് ഷെബിൻ ബെക്കർ ആൻഡ് മഹേഷ് നാരായൺ. DOP അനിരുദ്ധ് അനീഷ് ആൻഡ് എഡിറ്റിംഗ് രാഹുൽ രാധാകൃഷ്ണൻ. ഒരു മിഡ് വർക്കായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ടോപ്പ് നോച്ച് വർക്കൊന്നുമല്ല, പക്ഷേ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ പണിതിട്ടും ഉണ്ട്. ഇലക്ട്രോണിക്കലിയാണ് മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ. പല സ്ഥലത്തും പുള്ളി കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ചില പാട്ടുകൾ കൊള്ളാം. ടൈറ്റിൽ ട്രാക്ക് ഓൾമോസ്റ്റ് സിമിലർ ടു രോമാഞ്ചത്തിൽ പിന്നെ അനിരുദ്ധല്ല സുഷിത് ശ്യാം ചെയ്ത ടൈറ്റിൽ ട്രാക്കിന് അതേപോലെ തോന്നി കേട്ടപ്പോൾ. അർജുൻ അശോകനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ, BPL ഫാമിലിയിൽപ്പെട്ട ചെറുപ്പക്കാരൻ. അച്ഛൻ പണിക്കൊന്നും പോകുന്നില്ല, അമ്മ മറ്റേ ഹരിതസേനയിലൊക്കെ വർക്ക് ചെയ്യുന്നു. അപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറുപ്പക്കാരന് പാണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുൾപ്പെടെ പാണ്ട എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അദ്ദേഹത്തിനുണ്ടാകുന്ന ഇൻഫീരിയർ ആയിട്ടുള്ള പല ഈഗോസും കോംപ്ലക്സും കോൺഫിഡൻസ് കുറവൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ അത് എങ്ങനെ അവസാനിക്കും എന്നുള്ളതാണ്. ഇദ്ദേഹം അർജുൻ അശോകൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് വളരെ നാച്ചുറലായിട്ട് ക്യാരക്ടർ പിടിച്ചിട്ട് ആ ക്യാരക്ടറിൻ്റെ മാനസിക നിലകളിൽ കൂടെ അതിൻ്റെ വേരിയസ് സ്റ്റേജസിൽ കൂടെ വളരെ നാച്ചുറലായിട്ട് വളരെ അട്ടക്കത്തോടുകൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അല്ലാതെ ചുമ്മാ പിന്നെ പൊട്ടം കളിക്കലും ചക്കരമൊത്ത് കാണിക്കലും ചിണുങ്ങലും അതൊന്നുമല്ല. ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടിംഗ് ആണ് ഇതിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതാണ് പരിപാടി. പിന്നെ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് പാലക്കാടാണ്. പക്ഷേ പാലക്കാടാണെങ്കിലും അർജുൻ അശോകൻ ഉൾപ്പെടെ ആ സ്ലാങ് ഫുള്ളായിട്ട് സിനിമ ഉടനീളം കീപ്പ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അദ്ദേഹം അർജുൻ അശോകൻ ഉൾപ്പെടെ പല സ്ഥലത്തും ചില വാക്കുകളും ചില ടോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലാതെ അത് കറക്റ്റ് ഫോളോ ചെയ്തിട്ടില്ല. ശരത് സഭ മുൻപും ചെയ്തിട്ടുണ്ടല്ലോ പാലക്കാടൻ സ്ലാങ്ങിൽ, പുള്ളി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അശോകനുണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട്. പിന്നെ അർജുൻ്റെ ശ്രീ അശോകനല്ല, മറ്റേ അമര അശോകൻ. അപ്പോൾ പുള്ളി ഇതിൽ സ്ലാങ് പിടിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മ കഥാപാത്രം ചെയ്ത സ്ത്രീ ദേവദർശിനി ചേതൻ, അവരുടെ പിന്നെ ഡബ്ബിങ്ങും ഒത്തില്ല. അവർ ആക്ടിങ് കുഴപ്പമില്ല, പക്ഷേ ഡബ്ബിങ്ങിൽ പലപ്പോഴും ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സിനിമ തുടങ്ങിയ ആദ്യത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ, ഈ സിനിമ ആകെ 2 മണിക്കൂറുള്ളൂ, ആദ്യത്തെ അരമണിക്കൂർ എന്തോ സ്ട്രെയിങ് അറൗണ്ട്. അതായത് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുകയും അത്രയും സമയം വെറുതെ കുറേ ഇങ്ങനെ റിപ്പീറ്റഡ് സീൻസും ഒരു മെസ്സപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പടത്തിലേക്ക് കയറാൻ പറ്റുന്നില്ല, ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല. അങ്ങനെ തന്നെ പോകുമായിരുന്നെങ്കിൽ സിനിമ മോശമായി പോയേനെ. പക്ഷേ ടുവേർഡ്സ് ഇൻ്റർവെൽ പടം ട്രാക്കിലേക്ക് കയറി, ഇമോഷണലി കണക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇതിൽ പിന്നെ രേവതി ശർമ്മ എന്ന് പറഞ്ഞ നടി, അവരായിട്ടുള്ള പിന്നെ ഈ ഒരു അർജുൻ അശോകൻ്റെ റിലേഷൻഷിപ്പിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും കാര്യങ്ങളും കുറച്ച് സോങ്സും ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട്, പല സീൻസും ആർട്ടിഫിഷ്യലായിട്ട്. ഈ നടി തന്നെ, കഥാനായകനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വരുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തെ കാണുന്നത്, ഇദ്ദേഹം സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്ലാസിന് തലയിടിച്ച് പോയപ്പോൾ അയ്യോ മോളെ എന്താ പറ്റിയേ മോളെ അയ്യോ മോളെ എന്നെല്ലാം പറഞ്ഞിട്ട് എന്തൊരു ആർട്ടിഫിഷ്യലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ മൊത്തം മോശം. പാസ് ചെയ്യുന്ന ആൾക്കാരെ കഴിഞ്ഞാലും ഇതിന് തുടക്കത്തിൽ സീനുണ്ട്, മറ്റേ ഇതുണ്ടല്ലോ തിയേറ്റർ റിവ്യൂ എടുക്കുന്നത്, വളരെ മോശം, ഭയങ്കര ആർട്ടിഫിഷ്യൽ. തിയേറ്റർ റിവ്യൂ ചുമ്മാ എടുത്താൽ മതിയായിരുന്നു. ഇതത് ആക്ഷൻ പറഞ്ഞ് അഭിനയിക്കുക മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കുറേ ഫ്ലോസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. ഈ സോങ്സിൻ്റെ റിപ്പീറ്റേഷൻ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ടുവേർഡ്സ് ഇൻ്റർവെല്ല് പടം കണക്റ്റഡായി, പേഴ്സണലി കണക്റ്റഡായി. ഇദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് കണക്റ്റഡായി, ഈ കഥാപാത്രത്തിൻ്റെ അർജുൻ അശോകൻ്റെ. അതോടൊപ്പം ഈ പിന്നെ നായികയായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഡെപ്ത് കണക്റ്റഡായി. ആ സമയത്ത് പിന്നെ മറ്റേ ഷെബിൻ ബെൻസണും അഭിരാം ഒരു ചെറിയ കഥാപാത്രമാണ്, പക്ഷേ പുള്ളി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ലൈഫും സിനിമ സെറ്റും ഒക്കെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് നല്ലൊരു സീനായിരുന്നു. അത് കറക്റ്റ് ഇമോഷണലി ഇദ്ദേഹത്തിൻ്റെ മാനസിക നില, ഇദ്ദേഹത്തിൻ്റെ വൾണറബിലിറ്റി കറക്റ്റ് മനസ്സിലാവും. പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പാണ്ടാന്ന് വിളിക്കുന്ന മറ്റേയൊക്കെ അത് സിനിമ തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ മറ്റൊരു കഥാപാത്രത്തിനെ മിന്നൽ എന്നാണ് വിളിക്കുന്നത്. അപ്പം മിന്നൽ നേരത്തെ പേര് വിളിക്കുന്നത് പോസിറ്റീവായിട്ട്, ആ മിന്നൽ പോലെ ഓടും. പക്ഷെ ഒരുത്തനെ പാണ്ടാന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന മാനസിക അവസ്ഥ ഈ സിനിമയിൽ തന്നെ അത് നമുക്ക് കൺവിൻസ് ചെയ്ത് തരുന്നുണ്ട്. ഇൻ ദാറ്റ് കേസ് സിനിമ പൊളിറ്റിക്കലി കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പ്രശാന്ത് മുരളിയുണ്ട് ഒരു പ്രൊഡ്യൂസർ മകനായിട്ട്, നെപ്പോ ആയിട്ട്.
പിന്നെ അതുപോലെ തന്നെ ഷാജു ശ്രീധർ, പുള്ളി കുറച്ചേ ഉള്ളതെങ്കിലും നല്ല സീൻസ് ആയിരുന്നു. പുള്ളി അരിയുടെയും പഞ്ചാരയുടെയൊക്കെ വില ചോദിക്കുന്ന സീൻസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിയായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ട്. അശ്വത്തുണ്ട്. സോഹൻ സിൻലോയിൽ ഒരു സീനിൽ വന്നിട്ട് നന്നായിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം പെയിൻറ്റ് ബോയ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അർജുൻ അശോകൻ. പിന്നെ അർജുൻ അശോകൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ച നടി, പിന്നെ ഷെയ്ൻ നിഗത്തിനെ പോലുള്ളൊരു പുള്ളി, അങ്ങനെ കുറേ പേര് ഒക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഓവറോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 1.25 മണിക്കൂർ സർവൈവ് ചെയ്ത് കഴിഞ്ഞ് ഇൻ്റർവെൽ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പടം സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇമോഷണലി കണക്റ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള, കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും. ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് അർജുൻ അശോകൻ്റെ പെർഫോമൻസ് തന്നെയാണ്.